കാടാമ്പുഴ AUP സ്കൂളിൽ പ്രഭാത ഭക്ഷണ വിതരണം ആരംഭിച്ചു. സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിക്ക് പുറമെ കുട്ടികൾക്കായി പ്രഭാത ഭക്ഷണ വിതരണ പദ്ധതിക്കാണ് തുടക്കമായത്. സ്കൂളിൽ എത്തുന്ന ഭൂരിഭാഗം കുട്ടികളും പ്രഭാത ഭക്ഷണം കഴിക്കാതെയാണ് ക്ലാസുകളിൽ എത്തുന്നത് എന്ന തിരിച്ചറിവിനെ തുടർന്നാണ് പുതിയ പദ്ധതിക്ക് രൂപം നൽകിയത്. പ്രഭാത ഭക്ഷണ വിതരണത്തിന്റെ ഉദ്ഘാടനം PTA പ്രസിഡന്റും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് P. ജാബിർ നിർവഹിച്ചു. ചിക്കൻ സൂപ്പ് നൽകിക്കൊണ്ടാണ് പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നത്. കുട്ടികൾ കൃത്യമായി ഭക്ഷണം കഴിക്കാതെ ക്ലാസ്സിലെത്തുന്നത് അവരുടെ ആരോഗ്യത്തെയും പഠനത്തെയും കാര്യമായി ബാധിക്കുന്നതിനാലാണ് ഇത്തരമൊരു ആശയം നടപ്പിലാക്കാൻ തീരുമാനിച്ചതെന്ന് അഡ്വക്കേറ്റ് P. ജാബിർ പറഞ്ഞു. നമ്മുടെ ഈ കാടാമ്പുഴ AUP സ്കൂളിൽ പ്രഭാത ഭക്ഷണത്തിന്റെ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് ചിക്കൻ സൂപ്പാണ് കുട്ടികൾക്ക് നൽകിയിട്ടുള്ളത്. അങ്ങനെ ആഴ്ചയിൽ 5 ദിവസവും വ്യത്യസ്തങ്ങളായ പലഹാരങ്ങളാണ് കുട്ടികൾക്ക് രാവിലെ പ്രഭാത ഭക്ഷണമായി നൽകുന്നത്. പാല്, ബ്രെഡ്, അതുപോലെ തന്നെ റസ്ക് കൊടുക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ കഞ്ഞി, ചില ദിവസങ്ങളിൽ വെജിറ്റബിൾ സോസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെജിറ്റബിൾ സൂപ്പ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഭക്ഷണം രാവിലെ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണമായി സ്കൂളിൽ നൽകി വരുന്നുണ്ട്. രാവിലെ ഞങ്ങളിങ്ങനെ ഈ പദ്ധതി നടപ്പാക്കാനുള്ള കാരണം മിക്കവാറും കുറെ കുട്ടികൾ രാവിലെ ഹറിബറിയായി രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കാതെ സ്കൂളിൽ എത്തുന്നു എന്നുള്ള വിവരം മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. നമ്മുടെ സ്കൂളിന്റെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടാണ് പ്രധാനമായിട്ട് ഇതിന് ഉപയോഗിക്കുന്നത്. കൂടാതെ മറ്റ് സഹായങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നല്ലൊരു പദ്ധതി സ്കൂൾ ആരംഭിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സഹായിക്കാനും ഒക്കെ സ്കൂൾ മാനേജ്മെന്റ് സദാ സന്നദ്ധമാണ് എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. കുട്ടികൾക്ക് കൃത്യമായ പോഷകാഹാരം ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തിന്റെ ഭാഗമായാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് പുറമെ പ്രഭാത ഭക്ഷണം കൂടി നമ്മുടെ സ്കൂളിൽ നൽകുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ പല കുട്ടികളും മദ്രസയിൽ നിന്ന് നേരിട്ട് സ്കൂളിലേക്ക് എത്തുന്ന കുട്ടികളുണ്ട്. രാവിലെ തന്നെ വീട്ടിൽ നിന്ന് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാതെ സ്കൂളിൽ എത്തുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അവരുടെ പഠനത്തെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. മാത്രമല്ല പല കുട്ടികളും ക്ലാസ്സിൽ തളർച്ച അനുഭവപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കണക്കിലെടുത്തുകൊണ്ട് ഈ കുട്ടികളെ എങ്ങനെയെങ്കിലും പഠനത്തിലേക്ക് നയിക്കണം, അല്ലെങ്കിൽ പഠനത്തിൽ അവരെ പുരോഗതിയിലേക്ക് നയിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ പ്രഭാത ഭക്ഷണം ആരംഭിച്ചിട്ടുള്ളത്. മാത്രവുമല്ല നമുക്ക് കിട്ടുന്ന ഫണ്ട് എന്ന് പറയുന്നത്, ഗവൺമെന്റ് കിട്ടുന്ന ഫണ്ട് വളരെ പരിമിതമാണ്. എങ്കിൽ പോലും ഇതുമായി സഹകരിക്കാൻ തയ്യാറുള്ള പല ആളുകളെയും സന്നദ്ധ വ്യക്തികളെയും സംഘടനകളെയും കണ്ടുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സ്കൂളിലെ പ്രധാനാധ്യാപകൻ ഇൻചാർജ് അസൈനാർ മാസ്റ്റർ, സാബിർ മാസ്റ്റർ ഉൾപ്പെടെയുള്ള അധ്യാപകർ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, സ്കൂൾ ലീഡർ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. വിദ്യാർത്ഥികളുടെ ആരോഗ്യവും പഠന മികവും മെച്ചപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതി ഒരു മാതൃകയാവുകയാണ്. ന്യൂസ് ബ്യൂറോ, കാടാമ്പുഴ.